ലോട്ടിട്ട് കിട്ടുന്നൊരു വീട് എല്ലാവർക്കും കിട്ടും, ഒരേപോലത്തെ വീട് അല്ലേ? ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നു, ഒരേപോലത്തെ പേരുണ്ടാക്കുന്നു. താങ്കൾ ഈ പറഞ്ഞ ആത്മാഭിമാനത്തിൻ്റെ ഡിഗ്നിറ്റി ഓഫ് ലൈഫിൻ്റെ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് വയനാട് ടൗൺഷിപ്പ് ഉണ്ടാക്കിയത്. സന്ദർശനം ഡിഫറൻറ്റ് മാറ്ററാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നു, ഒരു മനോരമ ഒരിടത്തൊരു വീട് വെച്ച് കൊടുക്കുന്നു, ആ വീട്ടിൽ മനോരമയുടെ ചീഫ് പോകുന്നു, അത് കൈമാറുന്നു. ഗവൺമെൻറ്റിൻ്റെ പൊതു നിലപാട് ഇത് തന്നെയാണോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് വിശദീകരിക്കാനുള്ളത്. അല്ല, അതൊക്കെ പിന്നീട് ആലോചിക്കേണ്ട കാര്യമാണ്. ഇതിൻ്റെ ഒരു ധാർമ്മിക രോഷം വരുന്നത് ഈ വിഷയത്തിൽ ഈ കഴിഞ്ഞ കാലമത്രയും പാർലമെൻറ്റിനുള്ളിൽ കേന്ദ്ര സർക്കാരിനെ എക്സ്പോസ് ചെയ്യുന്നതിനും കേരളം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാനും ഇതൊരു വലിയ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യനാണ് സൈഫ്. ഒരു കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ ഒരു ചാപ്പയടിച്ച് വെക്കാൻ പറയുകയാണ്, സ്ഥിരം ബോർഡ്, അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ തരില്ല എന്ന് പറയുകയാണ്. PMAY റൂറൽ ഈ നിബന്ധനയില്ല, PMAY അർബനിലാണുള്ളത്. ആ PMAY അർബൻ 2 എത്തിയപ്പോഴാണ് ഈ നിബന്ധന അവർ വളരെ ശക്തമായി പറഞ്ഞത്. അങ്ങനെ പറയുന്നത് ഭരണഘടനാ വിരുദ്ധമല്ലേ? അത് ഇന്ത്യക്കാരനായ ഒരു മനുഷ്യൻ്റെ, ഏത് സ്റ്റേറ്റിലുമുള്ള ആളാകട്ടെ, അയാളുടെ ഡിഗ്നിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്ന പ്രശ്നത്തെ ബാധിക്കുന്നതല്ലേ? ഈ പ്രശ്നത്തെ രാഷ്ട്രീയമായി, അതാണ് പൊളിറ്റിക്കൽ നിലപാട്. ആ രാഷ്ട്രീയ നിലപാടിൽ കേരളം പാർലമെൻറ്റിനുള്ളിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു പോരാട്ടമുണ്ട്. ഇടതുപക്ഷ MP-മാർ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നൊരു പോരാട്ടമുണ്ട്. കേരളത്തിലെ MP-മാരുടെ എല്ലാം യോഗം വിളിക്കുമ്പോൾ എല്ലാ MP-മാരും ഉണ്ടാവുമല്ലോ. കേരളത്തിൻ്റെ പൊതു നിലപാട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ, തദ്ദേശ മന്ത്രി ഉൾപ്പെടെയുള്ളവർ അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ എടുക്കണം. കാരണം ഇത് രാജ്യത്തിന് നമുക്കിത് പറയാൻ പറ്റുള്ളൂ, ഇങ്ങനെയൊന്നും അടിച്ചു വെക്കരുത്. ഞാൻ ഈ കാണിച്ച വീട്ടിൽ ഒരു മനുഷ്യനല്ലേ ജീവിക്കുന്നത്, ആ മനുഷ്യന് ഒരു ആത്മാഭിമാനം ഇല്ലേ? ഇന്ത്യക്കാരനല്ലേ? അപ്പോൾ ഇത് ശരിയല്ല എന്നൊരു പൊളിറ്റിക്കൽ മെസ്സേജും നിലപാടും എടുക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം കേരളത്തിനുണ്ട്. ആ ഉത്തരവാദിത്തമാണ് ഞാൻ പിൻവാങ്ങിപ്പോകുന്നു എന്ന് ശ്രീ ഷാജി പ്രഖ്യാപിക്കുന്നത്. അതിനെങ്ങനെയാണ് കണ്ടു നിൽക്കാൻ കഴിയുക? ആ പശ്ചാത്തലത്തിലാണ് പ്രതികരണം നടത്തുന്നത്. തന്നെ മോദിയെ മനസ്സിൽ പതിപ്പിച്ച ആളാണെന്ന് ഞാൻ പറഞ്ഞു, മോദിയെ ന്യായീകരിച്ച ആളാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ തങ്ങളുടെ അഭിപ്രായം കേൾക്കണം. അതുകൊണ്ട് ലീഗിൻ്റെ അഭിപ്രായമാണ്. ഇത് ലീഗിൻ്റെ നിലപാടാണോ? മോദി സർക്കാർ ഇന്ത്യക്കാരൻ്റെ ആത്മാഭിമാനത്തിന് മേൽ ചാപ്പയടിക്കുന്നത് കൊള്ളാം എന്നൊരു നിലപാട് ലീഗിനുണ്ടോ? ലീഗിന് രാഷ്ട്രീയമുണ്ടോ? ലീഗ് പറയണം. അത് സൗജന്യമായി കിട്ടിയെന്ന് മറ്റുള്ളവരുടെ ഇടയിൽ വരുന്നതാണ് ഈ പറയുന്ന ചാപ്പയടിക്കലൊക്കെ പറയുന്നത്. നമ്മൾ വയനാട് ടൗൺഷിപ്പിന്റെ കാര്യത്തിൽ നമ്മൾ ഓവറായിട്ട് സർക്കാർ കൊടുത്തൊരു സംഗതിയും സെലിബ്രേറ്റ് ചെയ്യും, പാർട്ടി സെക്രട്ടറി ഒക്കെ അടക്കം അവിടെ ഇങ്ങനെ വിസിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ ഒരു ഡിഗ്നിറ്റി എന്താണ്? അപ്പൊ നമ്മൾ സൗജന്യം കിട്ടി എന്തിനോ താമസിക്കുന്നു, നമ്മളെ കാണാൻ ആളുകൾ വരുന്നു, അവരും ചിന്തിക്കുന്നുണ്ടാവും. അല്ല, ഒരു വീട് കൊടുത്തൊരു വീട്, ആ വീട്ടിൽ പോകുന്നതും അതിനെ സന്ദർശിക്കുന്നതും അല്ല. നിങ്ങൾ വയനാട് ടൗൺഷിപ്പിലേക്ക് തന്നെ എടുക്കുക. ഇപ്പോൾ DYFIയുടെ ഓഫീസിലാണല്ലോ ഞാനിരിക്കുന്നത്. 100 വീടുകളുടെ പൈസ കൊടുത്ത സംഘടനയാണിത്. ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് സ്വന്തമായിട്ട് വീട് വയ്ക്കാൻ ഞങ്ങൾ തയ്യാറാകാത്തത്? ഏതെങ്കിലും ഒരു വീട് അതിൻ്റെ ചുവരിൽ അത് DYFI വെച്ച് കൊടുത്ത വീടാണെന്ന് രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെന്ത് ചെയ്തു? കോമൺ പൂളിലേക്ക് ആ പൈസ കൊടുത്തു. കോമൺ പൂളിൽ ലോട്ടിട്ട് കിട്ടുന്നൊരു വീട് എല്ലാവർക്കും കിട്ടും, ഒരേപോലത്തെ വീട് അല്ലേ? ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നു, ഒരേപോലത്തെ പേരുണ്ടാക്കുന്നു. താങ്കൾ ഈ പറഞ്ഞ ആത്മാഭിമാനത്തിൻ്റെ ഡിഗ്നിറ്റി ഓഫ് ലൈഫിൻ്റെ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് വയനാട് ടൗൺഷിപ്പ് ഉണ്ടാക്കിയത്. സന്ദർശനം ഡിഫറൻറ്റ് മാറ്ററാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നു, ഒരു മനോരമ ഒരിടത്തൊരു വീട് വെച്ച് കൊടുക്കുന്നു, ആ വീട്ടിൽ മനോരമയുടെ ചീഫ് പോകുന്നു, അത് കൈമാറുന്നു. അതൊരു ഡിഫറൻറ്റ് മാറ്ററാണ്. പക്ഷേ ആ വീട്ടിൻ്റെ ചുവരിൽ സ്ഥിരമായി മനോരമയുടെ പേര് ആലേഖനം ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന കാര്യമല്ലേ? മറ്റതൊരു ഇവൻ്റാണ്. ഇല്ല, എന്ത് നിർബന്ധം? ഇവിടെ വരുന്ന പ്രശ്നം എന്താ? ഇവർ ആദ്യം ഉന്നയിച്ച പ്രശ്നം എന്താ? ഈ വീട് ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലേ? ഇന്ന വീടാണെന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് ജിയോ ടാഗ് ഉണ്ട്. ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ച കാലമല്ലേ? 1. 2, താൽക്കാലികമായി വേണമെങ്കിൽ പതിപ്പിക്കാം. ഒരു സ്റ്റിക്കർ വയ്ക്കുന്നു, അവർക്ക് എണ്ണ എടുക്കാൻ വേണ്ടി ഫൈനൽ ബില്ല് ട്രാൻസ്ഫർ ചെയ്യുന്നവരെ വെക്കാം. ഇതല്ല. ഇതിൻ്റെ തർക്കം എന്താണ്? സ്ഥിരമായി വേണം. ഇനി താങ്കൾ പറഞ്ഞു അങ്ങനെ ഒരു കേന്ദ്ര പണം വരുമ്പോൾ ചുവരിൽ വെക്കേണ്ടതാണ് എങ്കിൽ ഇതേ PMAYയുടെ റൂറൽ ഇല്ലല്ലോ. രണ്ടും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്, 2 മന്ത്രാലയങ്ങളാണ്. PMAY അർബനിൽ എന്തുകൊണ്ട്? അതായിരുന്നു നമ്മുടെ തർക്കം.
മനസ്സിലായല്ലോ? ഈ സർക്കാരിനെ ഔദ്യോഗികമായി എന്തെങ്കിലും പ്രതിഷേധം അറിയിക്കാനോ അങ്ങനെയുള്ള തീരുമാനം? അല്ല, ഇത് MP എന്നുള്ള പാർലമെൻറ്റിൽ നിരന്തരമായി ഈ പ്രശ്നം ഞാൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ MP മാർ എല്ലാ അവസരങ്ങളിലും ഉന്നയിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോഴിത് പ്രതികരിക്കുന്നത്. മറ്റൊരു വിഷയം ഡിവൈഎഫ്ഐയുടെ സമ്മേളനങ്ങളൊക്കെ സർക്കാരിന്റെ കഴിഞ്ഞ സർക്കാരിനെ CPM നേതൃത്വമൊക്കെ ഭയങ്കര രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. സമ്മേളനം നടത്തുന്നത് സ്വാഭാവികമായും സമ്മേളനങ്ങളിൽ അത് വിമർശനങ്ങളുണ്ടാകും. അത് സ്വാഭാവികമല്ലേ. വിമർശനങ്ങൾ, പ്രൊഡക്റ്റീവായ വിമർശനങ്ങളുണ്ടാകും. പിന്നെ ഈ കൊടുക്കുന്ന വിമർശനങ്ങളൊക്കെ ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ സമ്മേളനത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല, അതിൻ്റെ പ്രൊസീഡിങ്സ് കണ്ടിട്ടുമില്ല. വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും, അതാണ് ഉണ്ടാകുന്നല്ലേ. അതിൽ നിങ്ങൾ കേട്ടറിയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് കൗതുകമുള്ള, നിങ്ങൾക്കതിൽ വാർത്ത ചെയ്യുന്ന തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ വാർത്ത കൊടുക്കുന്നു, അത്രയും. ഒരു കഴമ്പുമില്ല, അതൊക്കെ തെറ്റാണ്. ഞങ്ങൾ എല്ലാ വിഷയങ്ങളെയും ഉയർത്തിയിരുന്നു. ഓരോ ഗവൺമെൻറ്റും ആ വിഷയങ്ങളോട് എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ PMAY റൂറലിലെ പ്രശ്നമില്ല. ഇത് അതാണ് ഷാജി ഇപ്പോഴും പറയുന്നത്. എന്താണ് ഷാജി വീണെടുത്ത് കിടന്ന് ഉരുളരുത്. ബഹുമാനപ്പെട്ട മന്ത്രി പറയേണ്ടത്, വീട്ടിൽ ഒരു പദ്ധതി സ്ഥിരം ചാപ്പയടിച്ച് വയ്ക്കുന്നത്, സ്ഥിരം ബോർഡ് വയ്ക്കുന്നത് മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുമെന്ന് LDF കരുതുന്നു. അതിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാട്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിലപാട്, ഗവൺമെൻറ് നിലപാട്, അത് ഇനി പറഞ്ഞാൽ മതി, പച്ചക്ക് ക്ലാരിറ്റിയിൽ പറഞ്ഞു തന്നാൽ മതി. മറ്റൊരു വിഷയം, ഈ വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട് അത് ഇപ്പോൾ ധനബില്ലിൽ ആ നികുതി ഘടന അതേ രീതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയതൊരു തെറ്റിദ്ധരിപ്പിക്കൽ ആയിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി നീക്കങ്ങളിൽ ഒന്നാണത്. അതിപ്പോൾ കൈയോടെ ആളുകൾ പിടിച്ചു, ജനം പിടിച്ചു. ഇനി അത് വീണ്ടും അത് ഒളിച്ചു കടത്താൻ, മീൻസ് അത് ഒളിച്ചു കടത്തിയത് വീണ്ടും തുടരാനും അത് ഇംപ്ലിമെൻറ്റിലെത്താനും ആർക്ക് വേണ്ടിയാണോ ഈ കരാർ ഏർപ്പെടുത്തിയത്, അപ്പോൾ അവർക്ക് വേണ്ടി വീണ്ടും ചെയ്യാൻ സാധ്യതയുണ്ട്. അതാണ് ഈ കാണുന്നത്. അത് ശക്തമായി തന്നെ എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. എന്തിനായിരുന്നു മുഖ്യമന്ത്രി ഇത്രയും കാലം? രണ്ട് കാര്യങ്ങളിൽ വളരെ സ്പെസിഫിക്കായി അദ്ദേഹം ഉത്തരം പറയണം. ഒന്ന്, ഇതൊരു പോളിസിയാണല്ലോ. ഈ പോളിസി അദ്ദേഹം എവിടെയാണ് ചർച്ച ചെയ്തത്? അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ, അദ്ദേഹത്തിൻ്റെ മുന്നണിയിൽ. രണ്ട്, എന്തിനായിരുന്നു ഇത്ര ധൃതി? ഇത് രണ്ടും അദ്ദേഹം വ്യക്തമാക്കണം. ഇത് രണ്ടിലുമാണ് മനുഷ്യരിൽ സംശയം ജനിപ്പിക്കുന്നത്. അങ്ങനെ ആ സംശയം നീക്കം ചെയ്യാൻ കഴിയുന്ന, ദൂരീകരിക്കാൻ കഴിയുന്ന ഒരു ക്ലാരിഫിക്കേഷനും ദൗർഭാഗ്യവശാൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി.